പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവ സ്നേഹം നിറയും പൂവനം. ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവ സ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഭൂവിൽ പിറക്കുമ്പോൾ ഇരു കൈയും നീട്ടി വാങ്ങും നീ മാലാഖമാർ. ഒരു ജീവൻ മണ്ണിൽ പൊലിയുമ്പോൾ അരികെ ശാന്തമായ യാത്രയാക്കിടും ഭൂവിലെ മാലാഖമാർ. സ്വന്തവേദനയതെല്ലാം മറന്ന സോദരർക്കായി നീക്കി വച്ചിടും ജീവിതം. നൊന്തു നീറുന്ന ജീവിതങ്ങളെ കണ്ണീർ തുടച്ചു നൽകിടുന്നിവർ സാന്ത്വനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഓരോ ദിവസവും തൻ്റെ കാരണത്താൽ നമ്മെ വഴി നടത്തുന്ന നല്ല ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നഴ്സസ് ടൈമിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. സങ്കീർത്തനങ്ങൾ 125:2 ഇപ്രകാരം പറയുന്നു: പർവ്വതങ്ങൾ ജെറുസലേമിനെ ചുഴ്ന്നു നിൽക്കുന്നത് പോലെ കർത്താവ് ഇന്നും എന്നേക്കും തൻ്റെ ജനത്തെ വലയം ചെയ്യുന്നു. ഇന്ന് കുവൈറ്റ് നഴ്സസ് മിനിസ്ട്രിയിൽ നിന്നുള്ള നഴ്സസ് സഹോദരങ്ങൾ കർത്താവിൽ ആശ്രയിച്ച് മുന്നേറിയപ്പോൾ ഉണ്ടായ ദൈവിക ഇടപെടലുകളെ പറ്റി നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്കും കർത്താവിൻ്റെ സ്നേഹം ഈ മഹാമാരിയിൽ കൂടുതൽ രുചിച്ചറിഞ്ഞ് മുന്നേറാൻ പ്രാർത്ഥിക്കാം. 2 കൊരിന്തോസ് 5-ാം അധ്യായം 15-ാം വാക്യം:
ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തവന് വേണ്ടി ജീവിക്കുന്നതിന് വേണ്ടിയാണ് അവിടുന്ന് എല്ലാവർക്കും വേണ്ടി മരിച്ചത്. തങ്ങളുടെ ജീവിതത്തിൽ ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് കുടുംബജീവിതവും ശുശ്രൂഷാ ജീവിതവും ദൈവകൃപയിൽ ആശ്രയിച്ച് മുന്നേറുന്ന കുവൈറ്റ് നേഴ്സസ് മിനിസ്ട്രിയിലെ കൂട്ടുകാരാണ് ഞങ്ങൾ. എൻ്റെ പേര് ആൻസി, ഹസ്ബൻഡിൻ്റെ പേര് ജേക്കബ്. ഞങ്ങൾക്ക് 2 മക്കളാണുള്ളത്. അവരിവിടെ ജോലി ചെയ്യുന്നു. ഞാനും 29 വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നു. എൻ്റെ പേര് സിസി, എൻ്റെ ഹസ്ബൻഡ് ജെയിംസ്. എനിക്ക് 2 മക്കളാണ്, ജിൽസും ജസ്വിനും. 12 വർഷമായിട്ട് ഞാനും ഇവിടെ കുവൈറ്റിൽ ജോലി ചെയ്യുന്നു. 1 വർഷമായിട്ട് ഹസ്ബൻഡും മക്കളും ഇപ്പോൾ നാട്ടിലാണ്. എൻ്റെ പേര് സിൽവി. എൻ്റെ ജീവിത പങ്കാളിയുടെ പേര് സിബിമോൻ തോമസ്. ഞങ്ങൾക്ക് 2 മക്കളാണ്, ആൽവിൻ സിബി, അലീന സിബി. ഞങ്ങൾ 20 വർഷമായിട്ട് കുവൈറ്റിൽ താമസിക്കുന്നു. നഴ്സസ് മിനിസ്ട്രിയിലെ സജീവ അംഗങ്ങളായ നമുക്ക് ഈ മിനിസ്ട്രിയിലേക്ക് വരുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിച്ചെന്ന് തന്നെ തുടങ്ങാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം പള്ളിയിൽ കുർബാന കഴിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ നഴ്സസ് മിനിസ്ട്രിയിലെ 2 സഹോദരിമാർ എൻ്റെ അടുത്തേക്ക് കടന്നു വരികയും ഈ മിനിസ്ട്രിയെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരികയും ചെയ്തു. ഇത് ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടായ്മയാണെന്ന് പറഞ്ഞു തരികയും അങ്ങനെ ഞാൻ ഇതിലേക്ക് കടന്നു വരികയുമാണ് ചെയ്തത്. എനിക്കും സിൽവിയുടെ അതേ അനുഭവം തന്നെയാണ് ഉണ്ടായത്. നേഴ്സസ് മിനിസ്ട്രിയിലെ എൻ്റെ ഒരു കൂട്ടുകാരി വന്ന് എന്നോട് നേഴ്സസ് മിനിസ്ട്രിയെ പറ്റിയും പ്രാർത്ഥനയെ പറ്റിയൊക്കെ പറയുകയും ഞാൻ അതിലെ ഒരു അംഗമാകുകയുമാണ് ചെയ്തത്. ഇത് പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു പ്രവർത്തനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ഗ്രേറ്റ് കോൾ എന്ന പ്രോഗ്രാമിലൂടെയാണ് ഞാൻ ഈ മിനിസ്ട്രിയെ പറ്റി അറിയുകയും ഇതിലേക്ക് കടന്നു വരികയും ചെയ്തത്. ഈ പ്രോഗ്രാമിലൂടെ ഇതൊരു പ്രൊഫഷൻ എന്നതിലപ്പുറം ഇതൊരു വിളിയാണെന്ന് എനിക്ക് മനസ്സിലായി. അതോടൊപ്പം ഇന്ന് വരെയും ആ മിനിസ്ട്രിയോട് ചേർന്ന് ഞാൻ പ്രവർത്തിക്കുന്നു. 2 കൊരിന്ത്യസ് 5-ാം അധ്യായം 17-ാം വാക്യം, ക്രിസ്തുവിൽ ആയിരിക്കുന്ന നമ്മൾ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. സിസി പറഞ്ഞുവല്ലോ ഇതൊരു ദൈവവിളിയാണെന്ന്. നഴ്സസ് മിനിസ്ട്രിയിലേക്ക് വന്ന ഉടനെ തന്നെ എന്നെ നഴ്സസ് മിനിസ്ട്രിയിലെ ഇൻ്റർസെഷൻ മിനിസ്ട്രിയിലേക്കാണ് വിളിച്ചത്. ആ വിളിയോട് വിശ്വസ്ത പുലർത്തിക്കൊണ്ട് കഴിഞ്ഞ 5 വർഷമായി ഞാൻ ഈ മിനിസ്ട്രിയോട് കൂടെ പ്രവർത്തിക്കുന്നു. ആൻസി ചേച്ചി കമ്മിറ്റ്മെൻറ്റ് ഗ്രൂപ്പിൻ്റെ ലീഡേഴ്സിൽ ഒരാളാണല്ലോ. ചേച്ചിക്ക് ജോലിയും കുടുംബജീവിതവും മിനിസ്ട്രിയിലെ ശുശ്രൂഷകളും എങ്ങനെ ഒന്നിച്ചു കൊണ്ടുപോകാൻ സാധിക്കുന്നു? എൻ്റെ വ്യക്തിപരമായ ജീവിതത്തെപ്പറ്റി പറഞ്ഞാൽ എനിക്ക് പണ്ടൊക്കെ വേഗം ദേഷ്യം വരുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. എനിക്കിപ്പോൾ ക്ഷമിക്കാനുള്ള കൃപ നൽകി ദൈവം എന്നെ അനുഗ്രഹിച്ചു. ഇപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ ഉടനെ ബെഡിലിരുന്ന് തന്നെ ബൈബിൾ വചനം പറയാൻ തുടങ്ങി. എല്ലാ ദിവസവും മുടങ്ങാതെ ഞാൻ ബൈബിൾ വായിക്കാറുണ്ട്. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയും ഞാൻ പങ്കുചേരാറുണ്ട്. പിന്നെ പണ്ടൊക്കെ ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ബസ്സിലിരുന്ന് ഉറങ്ങുന്ന ഒരു സ്വഭാവമായിരുന്നു. ഇപ്പോൾ ഞാൻ എല്ലാ ദിവസവും 2 കൊന്ത് എത്തിക്കാറുണ്ട്. ഞങ്ങളുടെ കുടുംബജീവിതത്തെപ്പറ്റി പറഞ്ഞാൽ ഞങ്ങളുടെ ആത്മീയമായും ഭൗതികമായിട്ടും ദൈവം ഒത്തിരി ഉയർത്തിയിട്ടുണ്ട്. ക്രിസ്റ്റോസെൻട്രിക് ലീഡർ എന്ന നിലയിൽ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം 100% ആത്മാർത്ഥമായി ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ദൈവകൃപ തന്നെയാണ് ഇതെല്ലാം കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഈ മിനിസ്ട്രിയുടെ ഭാഗമായതിൽ പിന്നെ നമുക്ക് രാവിലെ കിട്ടുന്ന വചനങ്ങളാണ് ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് പങ്കുവയ്ക്കാറുള്ളത്. എനിക്ക് കിട്ടുന്ന ഗുഡ് മോർണിംഗ് മെസ്സേജിനൊക്കെ പകരമായിട്ട് ഞാൻ ഈ മെസ്സേജാണ് അവർക്ക് അയക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വചനങ്ങളെല്ലാം ബൈഹാർട്ടാക്കാനായിട്ട് എൻ്റെ മക്കളും ശ്രമിക്കാറുണ്ട്. ഞാൻ അതുപോലെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാറുമുണ്ട്. ഈ ക്രിസ്റ്റോസെൻട്രിക്കിൻ്റെ ഈ ക്ലാസ്സുകളിൽ കൂട്ടിയ ബോധ്യങ്ങളാണ് എൻ്റെ ജീവിതത്തെ മുഴുവൻ ഇപ്പോൾ നയിക്കുന്നത്. ഇതിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ജീവിതം മുഴുവൻ നയിച്ചത് പരിശുദ്ധാത്മാവാണെന്ന് എനിക്കൊരു വലിയ ബോധ്യമുണ്ടായി. എൻ്റെ പ്രഗ്നൻസിയുടെ ഒരു കാലഘട്ടത്തിൽ എനിക്ക് ശാരീരികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്കത് ആരോടും പറയാൻ പറ്റുകയില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഈശോയുടെ അടുത്ത് വന്നിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും. ഇന്നത്തെ ഉള്ള ആത്മാർത്ഥതയൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. എങ്കിലും പള്ളിയിൽ പോകാനായിട്ട് എനിക്ക് വലിയ ഉത്സാഹമായിരുന്നു. ഇങ്ങനെ ഡ്യൂട്ടിയിലുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുമ്പോൾ എൻ്റെ കൂട്ടുകാരെനിക്ക് തിയേറ്ററിൽ പോകാനായിട്ട് ടിക്കറ്റൊക്കെ എടുത്തു തരും. ആ സമയമാകുമ്പോൾ എനിക്ക് പറയും എനിക്ക് പോകണ്ട, എനിക്ക് പള്ളിയിൽ പോയാൽ മതി എന്ന് പറയും. അവിടെ ഞാൻ നിന്ന് ഈശോയോട് പ്രാർത്ഥിക്കും. പോകുമ്പോഴൊക്കെ എന്നെ എല്ലാവരും കളിയാക്കും, നീ എന്തിനാ ഇത്രയും അവശതയിൽ പള്ളിയിൽ പോകുന്നത്, വീട്ടിലിരുന്നൂടെ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ ആ പ്രഗ്നൻസി കാലഘട്ടം കഴിഞ്ഞു. എൻ്റെ ഡെലിവറിയൊക്കെ കഴിഞ്ഞ് എൻ്റെ അമ്മ നാട്ടിൽ നിന്ന് വന്നു. അമ്മ എന്നോട് ചോദിച്ചു, നിനക്ക് എന്താ ഇത്ര ക്ഷീണം? കുഞ്ഞിനെ എല്ലാം നോക്കുന്ന ഹസ്ബൻഡാണ്. എനിക്ക് എന്തൊക്കെയോ ഒരു ശാരീരിക ബുദ്ധിമുട്ടുണ്ടായിട്ട് അമ്മയ്ക്ക് മനസ്സിലായി. അങ്ങനെ ചെക്കപ്പിലൂടെയൊക്കെ പോകുമ്പോൾ എനിക്ക് ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്തു. അങ്ങനെ തൈറോയിഡ് വളരെ ഹൈ ആയിരുന്നു. അത് ഏതാണ്ട് TSH ഒക്കെ ഒരു 150 മേലെ എത്തി. ആൻറ്റിബോഡിയൊക്കെ ഒരു 1500 എത്തി. അപ്പോൾ എന്നെ ചെക്കപ്പിനൊക്കെ വിളിച്ചു. എൻ്റെ കുഞ്ഞിനെ വിളിച്ച് സ്ക്രീൻ ടെസ്റ്റൊക്കെ ചെയ്തു. പക്ഷേ ആർക്കും യാതൊരു കുഴപ്പവും ആരും കണ്ടില്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഈ തൈറോയിഡിൻ്റെ പ്രോബ്ലമാണ് എൻ്റെ പ്രഗ്നൻസി മുഴുവൻ എനിക്ക് ഈ അസ്വസ്ഥതകൾ ഉണ്ടാക്കിയെന്ന്. ഈ ക്രിസ്റ്റോസെൻട്രിക്കിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ എനിക്ക് പരിശുദ്ധാത്മാവിനൊരു അഭിഷേകം ഉണ്ടാകുകയും
അതിലൂടെ എൻ്റെ ജീവിതം തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ജീവിതം മുഴുവൻ എന്നെ നയിച്ചത് എൻ്റെ പരിശുദ്ധാത്മാവാണെന്ന് എനിക്ക് മനസ്സിലാവുകയും ചെയ്യും. ആ കുർബാന ഒന്നും പാഴായി പോകാതെ ഒരു പോറൽ പോലും ഇല്ലാതെ എൻ്റെ മകനിപ്പം 10 വയസ്സായി. അവന് വചനം പഠിക്കാൻ ഒത്തിരി ഇഷ്ടമാണ്. കുർബാനയോട് ഏത് കുർബാനയാണെങ്കിലും ഏത് റീത്തിലെ കുർബാനയാണെന്ന് പറഞ്ഞാലും അവൻ ഒത്തിരി സ്നേഹത്തോടെയാണ് അത് പങ്കുകൊള്ളാറുള്ളത്. ഇപ്പോഴാണ് എനിക്ക് ഈ ബോധ്യങ്ങളൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് കുർബാനയെ പറ്റി പറയുമ്പോൾ ഞാൻ മറ്റുള്ളവരെല്ലാം ഇതിനോട് ഒരുപടി അടുപ്പിക്കാൻ എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ ചെയ്യാറുണ്ട്. സിൽവി ചേച്ചിക്കും ഈ കൂട്ടായ്മയിലൂടെ വന്നതിൽ പിന്നെ ചേച്ചിയുടെ ജീവിതത്തിലും കൂട്ടുകാരിലും ഉണ്ടായ മാറ്റങ്ങൾ എന്താണെന്ന് ഒന്ന് പറയാമോ? ഞാൻ ഇന്റർസെഷൻ മിനിസ്ട്രിയിലെ അംഗമാണെന്ന് പറഞ്ഞല്ലോ. ശാരീരികമായി ഒത്തിരി അസ്വസ്ഥതകളോട് കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് എനിക്ക്. എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ സഹനങ്ങളും ഈശോയുടെ സഹനത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് എന്നെപ്പോലെ തന്നെ വേദനയിലൂടെ കടന്നു പോകുന്ന അനേകം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു കൃപ എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ സഹനങ്ങളും നമ്മളെ ദൈവത്തോട് ഒരു പടി കൂടി അടുപ്പിക്കുന്നതിനുള്ള ഒന്നാണെന്ന് ദൈവം എനിക്ക് മനസ്സിലാക്കി തന്നു. എൻ്റെ ഈവനിങ് ഡ്യൂട്ടിയിലുണ്ടായ ഒരു അനുഭവം ഞാൻ ഓർക്കുന്നു. എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു സ്റ്റാഫ്, അവളന്ന് 2 മാസം പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോൾ ഈവനിങ് ഡ്യൂട്ടിയിൽ അവൾക്ക് ബ്ലീഡിങ്ങും പെയിനും ഉണ്ടായി. ഇതിന് മുമ്പ് പ്രാവശ്യം അവൾക്ക് അങ്ങനെ ഉണ്ടായപ്പോൾ ഡോക്ടർ അവളോട് പറഞ്ഞിരുന്നു ടേക്ക് കെയർ ചെയ്യണമെന്ന്. അങ്ങനെ സെക്കൻഡ് ടൈം ഉണ്ടായപ്പോൾ അവൾക്ക് ഒത്തിരി വിഷമമായിരുന്നു. അവൾ എന്നോട് പറഞ്ഞു, ചേച്ചി എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ അവളുടെ നെറ്റിയിൽ കുരിശു വരച്ച് പ്രാർത്ഥിച്ചു. അപ്പം എൻ്റെ ഉള്ളിലെ പരിശുദ്ധാത്മാവ് എനിക്ക് തോന്നിച്ചു ഇവളോട് അങ്ങനെ പറയാൻ ധൈര്യമായിരുന്നു, ഈശോ ഇടപെടുമെന്ന്. ഞാൻ അങ്ങനെ തന്നെ അവളോട് പറയുകയും ചെയ്തു. പിന്നെ അവളുടെ ഹസ്ബൻഡിനെ വിളിച്ച് അവളെ വീട്ടിൽ പറഞ്ഞു വിട്ടു. ദൈവകൃപയാൽ അവൾക്ക് ഒരു കുഴപ്പവും കൂടാതെ പ്രഗ്നൻസി കംപ്ലീറ്റ് ചെയ്യുവാനും ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ നൽകി ദൈവം അവിടെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ കൂടെ ജോലി ചെയ്യുന്നവരുടെ ഓരോ സഹനങ്ങളും വേദനകളും എന്നോട് പറയുമ്പോൾ ഞാൻ എൻ്റെ പ്രാർത്ഥനയോട് ചേർത്ത് വെച്ച് അവരുടെ സഹനങ്ങളും ഈശോയ്ക്ക് സംബന്ധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിനൊക്കെ ഈശോ ഉത്തരം തരുന്നതായിട്ടുള്ള ഒത്തിരി അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആൻസി ചേച്ചി, കൊറോണ വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോൾ ചേച്ചിക്കുണ്ടായ ഒരു അനുഭവം? ഞാൻ കൊറോണ ബാധിച്ച് 10 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടന്നു. ഈ 10 ദിവസം അഡ്മിറ്റായി കിടന്നാലും എനിക്ക് 2 ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന പ്രതീതി മാത്രമേ തോന്നിയിട്ടുള്ളൂ. യെശയ്യാ 41:10, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം, ഞാൻ നിന്നെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും, എൻ്റെ വിജയകരമായ വലതുകൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ഈ വചനം എനിക്ക് ഒത്തിരി പ്രയോജനം വരുമായിരുന്നു. അതുപോലെ തന്നെ ഞാൻ സങ്കീർത്തനം 91 ഒത്തിരി പ്രാവശ്യം വായിച്ച് ധ്യാനിക്കാറുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ തനിയെ കിടന്നിട്ടില്ല. എനിക്ക് തനിയെ കിടക്കാൻ ഭയങ്കര പേടിയുള്ള ഒരു കൂട്ടത്തിലാണ്. ഈ കൊറോണ സമയമായിരുന്നുകൊണ്ട് എൻ്റെ ഹസ്ബൻഡും മക്കളും ഇവിടെ ഉണ്ടെങ്കിലും അവർക്ക് ആർക്കും വരുവാനോ ഹോസ്പിറ്റലിൽ നിൽക്കുവാനോ ഒന്നും പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നല്ലോ. എനിക്ക് അനുഭവപ്പെട്ടേ ഇല്ല. ഡോക്ടേഴ്സൊക്കെ റൗണ്ട്സിന് വരുമ്പോൾ എന്നോട് പേടിക്കണ്ടെന്ന് പറയുമായിരുന്നു. ഞാൻ ബാത്റൂമിൽ പോയിട്ട് വരുമ്പോൾ എൻ്റെ ഓക്സിജൻ സാച്ചുറേഷൻ 86 ആകുമായിരുന്നു. അത് കണ്ടാൽ പോലും എനിക്ക് ശകലം പോലും പേടി അനുഭവപ്പെട്ടില്ല. അത് ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ്. എനിക്ക് ശകലം പോലും എനിക്ക് ഒട്ടും ഭയം തോന്നിയില്ല. അതെനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല ഓർത്തിട്ട് അതെന്താണ് എനിക്കന്ന് പേടി വരാത്തതെന്ന്. പിന്നെ ഞാൻ നേഴ്സസ് മിനിസ്ട്രിയിൽ എൻ്റെ കൂട്ടുകാരെല്ലാം അയച്ചു തരുന്ന വചനങ്ങളെല്ലാം എനിക്ക് ഒത്തിരി പ്രയോജനം വരുമായിരുന്നു. കൊറോണ ബാധിച്ച് കിടന്നപ്പോൾ എൻ്റെ ഉറക്കം പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു. ഒരു ദിവസത്തിൽ എനിക്ക് 2 മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങാൻ സാധിക്കത്തില്ലായിരുന്നു. ഈ അച്ഛന്മാരുടെ ടോക്കും ബൈബിളും കുർബാനയാണ് എന്നെ ആ സമയത്ത് നയിച്ചത്. അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ പ്രവർത്തനം എനിക്ക് ആ സമയത്തുണ്ടായെന്ന് ഞാൻ പൂർണ്ണമായിട്ടും ഇപ്പോൾ വിശ്വസിക്കുന്നു. ഞാൻ അറിഞ്ഞ ഈശോയെ, എൻ്റെ ഈശോയെ ഞാൻ മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്ത ഒരു ഈശോയുടെ അനുഭവം ഞാൻ പറയട്ടെ. എൻ്റെ ഡ്യൂട്ടിയിൽ ഞാൻ ഈ കൊറോണ സമയത്ത് ഒരു ഡീപ്പോർട്ടേഷൻ സെൻറ്ററിൽ ജോലി ചെയ്യുമായിരുന്നു. ഡീപ്പോർട്ടേഷൻ സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട് കടത്തപ്പെടുന്ന ഒരു ആൾക്കാരെ താമസിപ്പിക്കുന്ന ഒരു കേന്ദ്രമാണ്. അവിടെ ഫീമെയിൽ ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ. അവർക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കണം. അവിടെ വേറെ ആരുമില്ല, രോഗികളായിട്ട് ആരുമില്ല. ഒരു ക്യാബിനകത്ത് ഞാൻ മാത്രമേ ഉള്ളൂ. അവിടുത്തെ നേഴ്സും അവിടുത്തെ ഡോക്ടറും ഫാർമസിയും എല്ലാം ഞാൻ തന്നെയാണ്. അവർക്കൊരു കൗൺസിലിംഗ് വേണമെങ്കിൽ അങ്ങനെയാണ്. അവിടെ മലയാളികളായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മലയാളികളായിട്ട് സ്റ്റാഫ് വരുമ്പോൾ ഒത്തിരി ഇഷ്ടമാണ്. അവിടെ വെച്ച് ഞാനൊരാളെ പരിചയപ്പെട്ടു. ആ ചേച്ചിക്ക് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അവരുടെ വിഷമങ്ങൾ എല്ലാവരോടും പറയാറുണ്ട്. അതുപോലെ എന്നോടും വന്ന് പറഞ്ഞു. അവർ ആ പീഡനങ്ങളോടൊക്കെ കടന്നു പോയിട്ട് ഇവിടെ വരുന്നത് 2 മാസം ഹോസ്പിറ്റലിലെ താമസത്തിന് ശേഷമാണ് ഇവിടെ വരുമ്പോഴും ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു.
ആ ബുദ്ധിമുട്ടുകളൊക്കെ കേട്ടപ്പോൾ ഞാൻ ഓർത്തു, ചേച്ചി ഇങ്ങനെ ജോലി ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചു. അവർ പറഞ്ഞ് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ നമുക്കെല്ലാം ചെയ്യാൻ പറ്റും. അപ്പം ഞാനിങ്ങനെ ആ ക്രിസ്റ്റോസിൻ്റെ ക്ലാസ്സുകളാണ് എനിക്ക് വരുന്നത്, ഇവിടെയും പരിശുദ്ധാത്മാവാണോ നയിക്കുന്നതെന്ന് ചോദിച്ചു. അന്നേരം എനിക്ക് എപ്പോഴും പരാതിപ്പെടുന്നൊരു സ്വഭാവമാണ്. ഇത്രയും ബുദ്ധിമുട്ടുണ്ടായാലും പരാതിയില്ലാതെ ഈ ചേച്ചി എങ്ങനെ ജോലി ചെയ്യുന്നതെന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചു. അങ്ങനെ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ഒരു ജപമാലയൊക്കെ ചൊല്ലി. നോയമ്പിൻ്റെ സമയമായിരുന്നു, 50 നോയമ്പിൻ്റെ. ഞാനൊരു കുരിശിൻ്റെ വഴി അവിടെ നിന്ന് ചൊല്ലി. അങ്ങനെ പാട്ടൊക്കെ പാടിയപ്പോൾ ആ ചേച്ചി എന്നോട് പറയുക, ഇത് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചൊരു പ്രാർത്ഥനയാണ്, ഞാൻ കേൾക്കാൻ കൊതിച്ചിരുന്നതാണ്, നിന്നെ ഇവിടെ കൊണ്ടുവന്നത് പരിശുദ്ധാത്മാവാണെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിലിരുന്ന ഒരു ജപമാലയും ഒരു മാതാവിൻ്റെ പടമൊക്കെ ആ ചേച്ചിക്ക് ഞാൻ കൊടുത്തു. അന്നേരം അവരെന്നോട് പറയുക, ഇത് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നതാണ്, നീ പരിശുദ്ധാത്മാവിലായ പ്രവർത്തനം മൂലമാണ് ഇവിടെ വന്നേക്കുന്നത്, ഞാൻ ആഗ്രഹിച്ചതല്ല, എനിക്ക് കിട്ടുവാന്ന് പറഞ്ഞു. എനിക്ക് ഒത്തിരി സന്തോഷമായി. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം ഒരു വെള്ളിയാഴ്ച എനിക്ക് വീണ്ടും അവിടെ ജോലിക്ക് പോകേണ്ടി വന്നു. അന്നത്തെ കുർബാന സിറ്റി പള്ളിയിലെ കുർബാനയാണ്. കുർബാന എനിക്ക് ഒത്തിരി അനുഭവമായിരുന്നു. കുർബാനയുടെ ആദ്യം അച്ഛനിങ്ങനെ പ്രാർത്ഥിക്കുകയുണ്ടായി, കൊറോണ കാലത്ത് ഈ നഴ്സുമാർക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുന്നു, അതോടൊപ്പം ഇതിൻ്റെ മേഖലയിൽ വർത്തിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഡ്യൂട്ടിയൊക്കെ 12 hours ഒക്കെയാണ്. അതിൻ്റെ ബുദ്ധിമുട്ടുകളെ പറ്റിയൊക്കെ അച്ഛൻ പറഞ്ഞ് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം കൊറോണ രോഗികളായ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞാൻ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. അത് വലിയൊരു അനുഭവമായിരുന്നു എനിക്ക്. ഈ കുർബാനയുടെ സമയത്ത് ഈ ചേച്ചി അതിൽ കടന്നുപോയിട്ട് ഇങ്ങനെ പറഞ്ഞു, ഈ അനുഗ്രഹമെല്ലാം എനിക്കാണ്. എന്നിട്ട് എന്നോടൊന്ന് പറഞ്ഞു കേട്ടോ. അതിനുശേഷം ഈ കുർബാനയുടെ അവസാനം ഒരു അക്രൈസ്തവയായ സ്ത്രീ അതിൽ വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് സിസ്റ്ററെ, എൻ്റെ BP ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് ചോദിച്ചു. അങ്ങനെ അവരുടെ BP ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ മനസ്സിൽ ഓർത്തിട്ട് പറഞ്ഞു, ഇനി 2 മിനിറ്റ് കൂടെ ഉള്ളൂ കുർബാനയ്ക്ക്, ഈ കുർബാനയുടെ ആശീർവാദം ചേച്ചി സ്വീകരിച്ചോ എന്ന് പറഞ്ഞ് ഞാൻ മൊബൈൽ അവർക്ക് വെച്ച് കൊടുത്തു. ഞാൻ ബൈപ്പിയ പാറ്റസ് എടുത്തുകൊണ്ട് വന്ന് നോക്കുമ്പം അവരതിൻ്റെ മുമ്പിൽ നിന്ന് കൈ കൂപ്പി പിടിച്ചിട്ട് പ്രാർത്ഥിക്കുക. ഇവർക്ക് കുർബാന എന്താണെന്നോ അങ്ങനെ ഒന്നും അറിയത്തില്ല. ഞാനിങ്ങനെ ഓർത്ത് ഇവർക്ക് ഇത്രയും വിശ്വാസം ഉണ്ടല്ലോ എന്നൊക്കെ ഓർത്ത് അവരുടെ BP ഒക്കെ ചെയ്തു. അവർക്ക് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. ഞാൻ പെട്ടെന്ന് വെള്ളമെടുത്ത് അവർക്ക് ആശീർവദിച്ച് കൊടുത്തിട്ട്, ഇത് കൊടുത്തോ, കുഴപ്പമൊന്നും ഇല്ലയെന്ന് പറഞ്ഞ് അവർ പോയി. കുറച്ച് നേരം കഴിഞ്ഞ് എൻ്റെ ഉള്ളിൽ പറയും അവരോടൊന്ന് പോയി സംസാരിക്കണമെന്ന്. ഞാൻ അങ്ങനെ അവരുടെ അടുത്ത് ചെന്നു. അവരുടെ അടുത്ത് ചെന്നപ്പോൾ ആ റൂമിലുള്ള എല്ലാവരും എൻ്റെ അടുത്ത് വന്നു. അവിടെ പല ആൾക്കാരുണ്ടായിരുന്നു, ആന്ധ്രയും ചെന്നൈയിലുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, ക്രൈസ്തവ ആൾക്കാരെല്ലാം ഉണ്ട്, പല മതത്തിൽപ്പെട്ടവരുണ്ട്. എല്ലാവരും ഞാൻ പറയുന്നത് കേൾക്കും. അവരോട് ഞാൻ പറയുന്ന ഇതാണ്, യേശു ഉണ്ട്, യേശു നമ്മളെ രക്ഷിക്കും, ദൈവം നമ്മുടെ കൂടെയുണ്ട്, ആരും പേടിക്കേണ്ട, നിങ്ങൾക്ക് ആർക്കും ഒന്നും സംഭവിക്കുകയില്ല. അപ്പോൾ എനിക്ക് ഉള്ളിൽ തോന്നുവാണ് മോശയെപ്പറ്റി പറയാനായിട്ട്. ഞാൻ അവർക്ക് മോശയെപ്പറ്റി പറഞ്ഞു, മോശ ചെങ്കടൽ നയിച്ചതിനെ പറ്റി പറഞ്ഞു. അപ്പോൾ അവരോട് ഞാനിങ്ങനെ പറയുവാണ്, ചെങ്കടൽ വിളരും, അതിലൊരു വഴിയുണ്ട്, നമുക്ക് പോകാം, നിങ്ങളുടെ ഫ്ലൈറ്റ് അതിലെ വരും, നിങ്ങളെല്ലാവരും കയറിപ്പോകും, ദൈവമാണ് നമ്മളെ നയിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ തിരിച്ചു പോന്നു. രാത്രി എനിക്ക് ഡ്യൂട്ടിയുണ്ട്. ഞാൻ ഡ്യൂട്ടിക്ക് പോകാനായിട്ട് ഇരിക്കുമ്പോൾ അവിടുത്തെ അടുത്ത ഷിഫ്റ്റിൽ വന്ന സിസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറയുക, സിസി ഇങ്ങോട്ടൊന്ന് വരാമോ, ഇവരെല്ലാവരും നാട്ടിൽ കയറി പോവുകയാണ്. ഞാൻ എങ്ങനെ കയറി പോകുന്നത് അറിയത്തില്ല, അവർക്കെല്ലാം സിസിയെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നു. അപ്പോൾ ഇവരെല്ലാം പോകാൻ റെഡിയായിട്ട് നിൽക്കുക. എന്നോട് സംസാരിച്ച് ഇവർക്ക് 2 പേർക്കും പാസ്പോർട്ടോ ടിക്കറ്റ് പേപ്പറുകളൊന്നും ശരിയല്ല. അവർ പോകാൻ നിൽക്കും. അവർക്ക് ഭയങ്കര സന്തോഷം. എംബസിക്കാർ പറയുക, നീ എന്താ ഇവരോട് പറഞ്ഞത്, ഇവർക്ക് എങ്ങനെ ഇത് ശരിയായെന്ന്, എനിക്ക് പോലും അറിയത്തില്ല ഇത് എങ്ങനെ ശരിയായെന്ന്. അവർ പോയി, ഞാൻ ഡ്യൂട്ടിക്ക് പോയി. പക്ഷേ ഒരു 11:30 ആയപ്പോഴേന് മെസ്സേജ് വരുവാണ്, ആ ഫ്ലൈറ്റ് പോകാൻ പറ്റിയില്ല, അത് ക്യാൻസൽ ചെയ്തു. കാരണം ഇന്ത്യയിൽ ഇവർക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത റൂമുകളെല്ലാം ഫില്ലായി, ഇവർക്ക് പോകാൻ പറ്റിയില്ല. ഇവർ തിരിച്ചു വന്നു. എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. പക്ഷെ അവർക്ക് ആർക്കും ഒരു വിഷമവുമില്ല. അവർ പറയുക, ഞങ്ങളിവിടെ സേഫ് അല്ലേ, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, എന്തോ ഒരു നന്മയ്ക്ക് വേണ്ടിയാണെന്ന് അവരൊരു പ്രതീക്ഷ എനിക്ക് തരുക. അങ്ങനെ അത് കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും അവിടെ ജോലിക്ക് പോവുക. ആ ജോലിക്ക് പോകുമ്പോൾ എനിക്കിവരെ കാണാൻ ഭയങ്കര ആഗ്രഹമാണ്. ഇവർ 1-2 പേരെന്നോട് കുറച്ച് സാമാനങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതെല്ലാം റെഡിയാക്കി വെച്ചു. അവർക്കൊരു സോപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു വേണ്ടത്. ഞാൻ പോയിരിക്കുമ്പം ഇവരെ കാണാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. ഇവരെ കാണുന്നില്ല. കുറേ നേരം ഞാൻ നോക്കി, ഇവർക്ക് എന്താ മെഡിസിൻ ഒന്നും വേണ്ടേ, ആരും എൻ്റെ അടുത്ത് വരുന്നില്ലല്ലോ എന്നൊക്കെ ഓർത്തിരുന്ന് ഞാനിങ്ങനെ റിപ്പോർട്ട് ബുക്ക് വായിച്ചു നോക്കുമ്പം ഈ 2 പേരുടെ പേരിൻ്റെ അടുത്ത് ലെഫ്റ്റ് എന്ന് എഴുതി വെച്ചേക്കുന്നു. ഇവർ മാത്രം എങ്ങനെ പോയി എന്ന് എനിക്കറിയത്തില്ല. മറ്റുള്ള എല്ലാവരുടെയും പേപ്പറുകൾ റെഡിയാണ്, അവരെല്ലാം പോകാൻ തയ്യാറായിട്ട് നിൽക്കുക. ഈ പേപ്പറുകളൊന്നും ശരിയാകാത്ത ഇവരെ 2 പേര് ഇവിടുന്ന് പോയി. പെട്ടെന്ന് ആ സിസ്റ്ററിനെ ഞാൻ വിളിച്ചു, ഇവരെന്ത് ചെയ്യും, ഇവിടുത്തെ ഈ സ്റ്റാഫ് ഇവരെന്ത് ചെയ്യും? അവർ പോയി, 2 ആഴ്ചയായി പോയിട്ട് സിസിയോട് പറയാൻ പറ്റിയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഉള്ളിനുള്ളിന്നൊരു ബോധ്യം വരിക, പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം സ്വീകരിച്ച് അവർ 2 പേരെ ആദ്യം ദൈവം നാട് കടത്തി. അവരവരുടെ വീട്ടിൽ ചെന്ന് സുരക്ഷിതമായിട്ടിരിക്കുന്നു. അപ്പോൾ കുർബാനയോടുള്ള ഇഷ്ടം ഒരു പടി കൂടെ എനിക്ക് കൂടുക ഉണ്ടായത്. അതുകൊണ്ട് ഞാനിപ്പോൾ എപ്പോൾ ഒരു ചാൻസ് കിട്ടിയാലും മറ്റുള്ളവരെ കുർബാനയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കാൻ. ഇപ്പോഴത്തെ കുർബാന എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് നേരത്തെ ഒരാഴ്ചയ്ക്ക് മുമ്പ് അപ്പോയിൻമെൻറ്റ് എടുക്കണം, ആ സമയത്ത് നമ്മൾ തയ്യാറെടുക്കണം, ഒരു ത്യാഗമൊക്കെ വേണം. നഷ്ടപ്പെടുമ്പോഴാണ് വില മനസ്സിലാകുന്നുള്ള ക്രിസ്തോസിൻ്റെ ക്ലാസ്സുകളുടെ ബോധ്യങ്ങളാണ് എനിക്കുണ്ടാകുന്നത്. അതുകൊണ്ട് ഒരു പടിയും കൂടെ അടുപ്പിക്കാനായിട്ട് എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ ശ്രമിക്കാറുണ്ട്. സിൽവി ചേച്ചിയും ഇതുപോലുള്ള അനുഭവത്തിലാണല്ലോ കടന്നുപോയത്. ഈ ഓൺലൈൻ ക്ലാസ്സും ഈ മൊബൈൽ അഡിക്ഷനൊക്കെ ആയിട്ട് പിള്ളേർ പോകുമ്പോഴും ഈ കൂട്ടായ്മ സിൽവി ചേച്ചിയെ എങ്ങനെയാണ് സഹായിച്ചത്?
ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ മാതാപിതാക്കളുടെ ഒത്തിരി വേദനയാണല്ലേ, മക്കളുടെ ഓൺലൈൻ ക്ലാസ്സുകളും മൊബൈൽ അഡിക്ഷനും. ഇത് സമർപ്പിച്ച് ഞങ്ങളുടെ കുടുംബമായിട്ട് ഞങ്ങളുടെ വീട്ടിലെ എല്ലാ റൂമിലും ദൈവവചനം എഴുതി വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഏത് സമയം ഞങ്ങൾ ആ പ്രാർത്ഥന എവിടെയായിരുന്നാലും, ജോലിയിലായിരുന്നാലും, വീട്ടിൽ എന്തൊക്കെ പണി ചെയ്യായിരുന്നാൽ പോലും ഞങ്ങൾ ആ വചനങ്ങൾ, ഞാനും എൻ്റെ മക്കളും, എൻ്റെ മോളും ഞാനും പ്രത്യേകിച്ച് അത് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അതുപോലെ തന്നെ ഞങ്ങൾ ഇതുപോലെ ഒത്തിരി വേദനകളുടെ, മാതാപിതാക്കളുടെ വേദനയായ മക്കൾ, ഒത്തിരി പേരുടെ മക്കൾ ഈ കാലഘട്ടത്തിൽ മൊബൈൽ അഡിക്ഷനാണ് നമുക്കറിയാം. അപ്പം അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനുള്ള ഒരു ദൈവകൃപ ഞങ്ങൾക്ക് തന്നു. അങ്ങനെ ആ മേഖലയിൽ നിന്നുള്ള വിടുതൽ തന്ന് ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. പിന്നെ ഒത്തിരി ഞാൻ ഈ നേഴ്സിലേക്ക് വന്നത് മൂലം എൻ്റെ കുടുംബത്തിലും ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചു. എൻ്റെ മക്കളും ഹസ്ബൻഡും ഞങ്ങൾ സമയം കിട്ടുമ്പോഴൊക്കെ ദൈവവചനം വായിക്കുവാനും അതിനെപ്പറ്റി ധ്യാനിക്കുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് തന്നു. പിന്നെ എൻ്റെ മോൾക്കൊരു തലവേദന വരുമ്പോൾ അവൾ പറയും, അമ്മ ആനാമ്പളം എടുത്തുകൊണ്ട് വന്ന് അമ്മയൊന്ന് പ്രാർത്ഥിച്ചാൽ മതി, അത് മാറി തരുന്നു. അതൊക്കെ ഞാൻ ഓർത്തു, എൻ്റെ ദൈവമേ, ഈ നഴ്സസ് മിനിസ്ട്രിയിലേക്ക് എന്നെ ദൈവം വിളിച്ചത് കൊണ്ടാണല്ലോ എനിക്കിതൊക്കെ ചെയ്യാൻ സാധിക്കുന്നത്. അതുപോലെ നമുക്ക് ഡെയിലി വചനങ്ങൾ ഷെയർ ചെയ്ത് തരുമല്ലോ, അത് ഞാൻ എൻ്റെ കൂട്ടുകാർക്കും എൻ്റെ സഹോദരങ്ങൾക്കും ഞാൻ പങ്കുവെച്ചു കൊടുക്കും. അപ്പം അവരെയും ഈ വചനത്തിലൂടെയും കുർബാനയിലൂടെയൊക്കെ നയിക്കാനുള്ള കൃപ ദൈവം എനിക്ക് തന്നു. ഇതിനേക്കാളൊക്കെ ഉപരി എൻ്റെ ജീവിത പങ്കാളിയെയും മക്കളെയും ദൈവത്തിലേക്ക് അടുപ്പിക്കാനുള്ള ഒരു കൃപ തന്ന് ദൈവം എന്നെ അനുഗ്രഹിച്ചു. അതിന് എൻ്റെ ഈശോയ്ക്ക് ഞാൻ 1000 നന്ദി പറയുന്നു. ആൻസി ചേച്ചിക്ക് നമുക്ക് കുർബാന പോലെ തന്നെ നമുക്ക് ശക്തി പകരുന്ന ഒന്നാണല്ലോ ദൈവവചനം. ഈ വചനം ചേച്ചിയുടെ ജീവിതത്തിലുണ്ടായ ഒരു സൗഖ്യം പറയാമോ? യേശയ്യ 41:10 ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടിയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തി സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലതുകൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. കൊറോണ ബാധിച്ച് ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഒത്തിരി പ്രാവശ്യം ഞാൻ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. എനിക്ക് 9 വർഷമായിട്ട് എക്സിമ എന്ന രോഗമുണ്ടായിരുന്നു. ആ രോഗമുള്ളവർക്കെല്ലാം അറിയാം, ആ എക്സിമ എന്ന രോഗത്തിന് ഭയങ്കര ചൊറിച്ചിലാണ്. ചൊറിഞ്ഞ് എൻ്റെ കാലിൻ്റെ പാദം രണ്ടും ഒത്തിരി കറുത്താണ് ഇരുന്നത്. ഞാൻ ഒത്തിരി ഡോക്ടർമാരെ കാണുകയും ഒത്തിരി ട്രീറ്റ്മെൻ്റ് എല്ലാം എടുക്കുകയും ചെയ്തിട്ടും ഈ രോഗം ഭേദപ്പെട്ടിരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കൊറോണ ബാധിച്ച് ഹോസ്പിറ്റലിൽ 10 ദിവസം കിടന്നിരുന്നു. ഈ സമയത്ത് ഞാൻ ഇതേപ്പറ്റി ഓർത്തേയില്ല. ഞാൻ 10 ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ സോക്സ് ഊരി നോക്കുമ്പോൾ, ഞാൻ അന്നേരം ഒരു കറുത്ത സോക്സാണ് ഇട്ടിരുന്നത്. അത് ഊരി നോക്കുമ്പോൾ ആ സോക്സിൻ്റെ അടി മൊത്തം വെളുത്ത എന്തോ പൊടി പോലെ തോന്നി. അപ്പോൾ ഞാൻ വേഗം കാലിലോട്ട് സൂക്ഷിച്ച് നോക്കുകയും കാലിൽ ആ കറുത്ത പാട് മൊത്തം പോവുകയും കംപ്ലീറ്റ് പൂർണ്ണമായിട്ടും ആ രോഗം എന്നിൽ നിന്ന് ദൈവം അപ്പോൾ എടുത്തു മാറ്റിയിരുന്നു. ജ്ഞാനം 16:12 കർത്താവെ, മരുന്നോ ലേപനോ ഔഷധമോ അല്ല, അങ്ങയുടെ വചനമാണ് അവരെ സൗഖ്യപ്പെടുത്തിയത്. ഈ വചനത്തിൽ പറയുന്ന പോലെ കർത്താവിൻ്റെ വചനമാണ് എന്നെ സുഖപ്പെടുത്തിയത്. പാറമേൽ പണിത ഭവനം പോലെ ഏത് പ്രതിസന്ധി ഉണ്ടായാലും ഒരപ്പൻ്റെ സ്നേഹം നമുക്കുണ്ടെന്നും, ചെങ്കലിൻ്റെ അനുഭവത്തിലൂടെ പോയാലും സിംഹക്കുഴിയിലും എരിയുന്ന തീച്ചുളയിലും ദൈവം നമ്മെ രക്ഷിക്കുമെന്ന ഉറച്ച ബോധ്യത്തോടെ നമ്മളിലും നമ്മെ കാണുന്നവരിലും നമ്മൾ കണ്ടുമുട്ടുന്നവരിലും പറഞ്ഞു കൊടുക്കുവാൻ ഈ കൂട്ടായ്മ നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം ഈ നഴ്സുമാരുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ നന്മകളെയും ഓർത്ത് നമുക്ക് അവിടത്തോട് നന്ദി പറയാം. വെയിൽസിലെ ആർച്ച് ബിഷപ്പായിരുന്ന ഫുൾട്ടൻ ജേഷീൻ ഇപ്രകാരം പറയുന്നു: ഒരു ദിവസം നമുക്ക് ലഭിച്ചവയെ മാത്രം ഓർത്തല്ല, നമുക്ക് ലഭിക്കാത്ത എല്ലാ കാര്യങ്ങളെയും ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നമ്മുടെ നന്മയ്ക്കായി മാറ്റാൻ കഴിവുള്ള ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഈ മഹാമാരിയുടെ നടുവിലും നമുക്ക് ജീവിക്കാം. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനായി, ഒരു വിശുദ്ധയായി തീരട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും
ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.